ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ക്യൂക്ക് റെസിപ്പീസ്. 20 ഓണം സദ്യ വിഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഓരോ റെസിപ്പിയുടെയും ടൈം സ്റ്റാമ്പ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പി ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. സദ്യ എളുപ്പത്തിൽ തയ്യാറാക്കാനും രുചി കൂടാനുമുള്ള കുറച്ച് ടിപ്സും കൂടി ഈ വീഡിയോയിലുണ്ട്. ആദ്യത്തെ റെസിപ്പി പുളിയിഞ്ചിയാണ്. ഇത് ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ. ഇതിനായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കുറച്ച് പുളിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ്. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിതൊക്കെ വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ബ്രൗൺ കളറായി വന്നതിന് ശേഷം തീ നല്ലപോലെ കുറച്ച് വെക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും 2 നുള്ള് ഉലുവാപ്പൊടിയും കൂടി ചേർക്കാം. എന്നിട്ടൊരു 10 സെക്കൻഡ് വഴറ്റിയെടുക്കാം. അതിനുശേഷം നേരത്തെ നമ്മൾ കുതിരാനായിട്ട് വെച്ചിരുന്ന വാളൻപുളി ഉണ്ടല്ലോ, അത് ഞാൻ പിഴിഞ്ഞെടുത്ത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. പുളിവെള്ളത്തിൽ ഉപ്പുണ്ടാവും. അപ്പോൾ ഇനി ഇത് നല്ലപോലെ തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. ആവശ്യത്തിന് കുറുകി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ശർക്കര ചേർക്കാം. ഞാനിപ്പോൾ ശർക്കര പൊടിയാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം ശർക്കര പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് ഒന്നുകൂടെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഇത് ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. ഇത് നേന്ത്രപ്പഴം കൊണ്ടുള്ള പുളിശ്ശേരിയാണ്. ഇതിനായിട്ട് ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴം ഉള്ളിലുള്ള അരിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഒരു പച്ചമുളക്, കറിവേപ്പില, ചെറിയ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു കഷ്ണം നേന്ത്രപ്പഴം, 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം അടുപ്പത്തേക്ക് ഒരു പാൻ വെക്കാം. അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാവുമ്പം ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കാം. പിന്നീട് വറ്റൽമുളക്, പിന്നെ കറിവേപ്പില, ഇത് രണ്ടും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങളിട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു 10 സെക്കൻഡ് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. 10 സെക്കൻഡിന് ശേഷം ഇതൊന്ന് തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ അരപ്പൊന്ന് ചൂടായാൽ മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്ക് ചേർക്കുകയാണ്. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂണോളം ശർക്കരപ്പൊടിയാണ്. പിന്നെ വേണ്ടത് 2 നുള്ള് ഉലുവാപ്പൊടിയാണ്. നമ്മുടെ പുളിശ്ശേരിയുടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഉലുവാപ്പൊടി ചേർക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി നോക്കാം. അതിനായിട്ട് ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയതിന് ശേഷം തുടച്ചെടുത്തതാണ്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. കൂടുതൽ സമയം വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ കൂടുതൽ സമയം വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അരമണിക്കൂറിന് ശേഷം കഷ്ണങ്ങളിലൊക്കെ ഉപ്പ് നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടുകയാണ് വേണ്ടത്. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം നല്ലെണ്ണയാണ് ചേർക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂണോളം കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഇത് പൊട്ടി കഴിയാറാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിത് ഈ അച്ചാറിലേക്ക് ചേർക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ എണ്ണ നല്ല ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കുക്കറിൽ വെറും 3 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് മധുരപ്പച്ചടി. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിതാ 1 കപ്പ് പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കുക്കറിലിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് 2 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 3 ടേബിൾ സ്പൂണോളം ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും
കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് അരച്ചെടുക്കുമ്പോഴേക്കും 2 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നു. ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇതൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാവുന്നതാണ്. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൽ പാകത്തിന് വെള്ളമാണുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർക്കാം. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ മധുരമോ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചേർക്കാവുന്നതാണ്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില മുറിച്ച് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ കടുക് ചതച്ചെടുത്തതാണ്. കടുക് ഞാൻ തേങ്ങ അരയ്ക്കുമ്പോൾ ചേർക്കുന്നില്ല. തേങ്ങ അരയ്ക്കുമ്പോൾ ചേർത്താൽ വല്ലാതെ അരഞ്ഞു പോയിട്ട് നമ്മുടെ പച്ചടിക്ക് ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ ഇതും കൂടി ചേർത്ത് ഈ തേങ്ങ ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് തിള വന്നാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് തിളപ്പിച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ ഒന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കടുക് വറുത്തിടാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയാറാകുമ്പോൾ 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ മധുര പച്ചടിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മധുര പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മധുര പച്ചടി ഇരിക്കേണ്ടത്. ഒരുപാട് അങ്ങ് ലൂസായി പോകാൻ പാടില്ല. അപ്പോൾ എപ്പോഴും ഉണ്ടാക്കിയാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയാണ് മധുര പച്ചടി. വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഓലൻ തയ്യാറാക്കാം. ഇതും കുക്കറിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് പറ്റും. 1/4 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളരിക്ക കഷ്ണങ്ങളാണ്. അപ്പോൾ ഇതാ വൻപയർ ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കുതിർക്കാത്ത വൻപയറാണ്. കുക്കർ അടച്ച് 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുകയാണ്. തലേദിവസം കുതിർത്ത് വയ്ക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ വൻപയർ നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വെള്ളരിക്കയുടെ കഷ്ണങ്ങളും കൂടി ചേർത്ത് ഞാൻ കുക്കർ അടച്ച് 1 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അത് മതിയാവും. 1 വിസിൽ വന്നതിന് ശേഷം പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഞാനിത് തുറന്ന് നോക്കുകയാണ്. വെള്ളരിക്ക കഷ്ണങ്ങൾ നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുകയാണ്. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കോക്കനട്ട് മിൽക്ക് പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തതാണ്. 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാവുന്നതാണ്. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് തിളച്ച് ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓലന് നല്ല വെള്ള കളർ കിട്ടാനായിട്ട് വൻപയർ വെന്ത വെള്ളം ഒഴിവാക്കിയാൽ മതി. ഇനി നമുക്ക് എളുപ്പത്തിൽ ഒരു ഇഞ്ചിത്തൈര് ഉണ്ടാക്കിയാലോ? ഇതിനായിട്ട് ഞാനിവിടെ 5 ടേബിൾ സ്പൂണോളം തൈര് കട്ടയൊക്കെ ഉടച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചിയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ചെറിയ തേങ്ങയും കൂടി ചേർക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ ജീരകവും കുറച്ച് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഇതിലേക്കൊരു വറവിനായിട്ട് മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളം ചെറുതായി അരിഞ്ഞ ഇഞ്ചി ചേർത്ത് ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഇതൊന്ന് ചൂടാക്കി എടുക്കാം. തേങ്ങയുടെ അരപ്പൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചി തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട്? അടുത്തത് ക്യാരറ്റ് പച്ചടിയാണ്. 2 മിനിറ്റ് പോലും വേണ്ട ഇത് റെഡിയാക്കാനായിട്ട്. ഇതിനായിട്ട് ഒരു കഷ്ണം ക്യാരറ്റ് ഞാൻ വളരെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 3 ടേബിൾ സ്പൂണോളം ചെറിയ തേങ്ങയാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഒരു പച്ചമുളകും പാകത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം.
അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ആവശ്യത്തിന് കടുകും 2 വറ്റൽമുളകും 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 10 സെക്കൻഡ് വഴറ്റിയേ വേണ്ടു, അപ്പോഴേക്കും അത് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചതച്ച് വെച്ചിരിക്കുന്ന കടുകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് അരയ്ക്കുന്ന സമയത്ത് ചേർത്താൽ വല്ലാതെ അരഞ്ഞു പോയിട്ട് നമ്മുടെ പച്ചടിക്ക് കയ്പ്പ് രസം വരും. അതുകൊണ്ട് ഇതുപോലെ ചതച്ച് ചേർത്താൽ മതി. ഈ മിക്സ് ഒന്ന് ചൂടായാൽ മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്യാരറ്റ് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് ബീറ്റ്റൂട്ട് പച്ചടിയാണ്. ഇതും നമുക്ക് ഒരു 3 മിനിറ്റ് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിനായിട്ട് ഒരു കഷ്ണം ബീറ്റ്റൂട്ട് ഞാൻ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അരപ്പ് ആദ്യം തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ എടുക്കുകയാണ്. ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർക്കാം. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി കൂടി ചേർക്കുകയാണ്. ബീറ്റ്റൂട്ടിൻ്റെ ആ ചൊവ്വയൊന്ന് മാറിക്കിട്ടാനായിട്ട് ഇഞ്ചി ചേർക്കുന്നത് നന്നായിരിക്കും. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും 1 പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ഇനി 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 15 സെക്കൻഡ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചതച്ചതും കൂടി ചേർക്കുകയാണ്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് വെള്ളരിക്ക കിച്ചടിയാണ്. ഇതുണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന വെള്ളരിക്ക ചേർത്ത് കൊടുക്കാം. ആദ്യം അതൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുകയാണ്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 പച്ചമുളക് കീറിയതും കൂടി ചേർക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 മിനിറ്റ് ഇതൊന്ന് അടച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും അരപ്പ് തയ്യാറാക്കാം. 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. 1 പച്ചമുളകും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ അത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചതച്ച കടുകും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ അരപ്പ് ഒന്ന് ചൂടായാൽ മതി. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വറവിടാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് നമ്മുടെ കിച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പച്ചടികൾക്കും കിച്ചടിക്കുമുള്ള അരപ്പ് ഒന്നിച്ച് തയ്യാറാക്കാവുന്നതാണ്. അതിനുശേഷം ക്യാരറ്റ് പച്ചടിക്കും കിച്ചടിക്കും ഉള്ളത് മാറ്റി വെച്ച് ബാക്കിയുള്ള അരപ്പിൽ ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് ബീറ്റ്റൂട്ട് പച്ചടിക്കായിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ എളുപ്പമായി. ഇനി അടുത്തത് അവിയലാണ്. അവിയൽ നമുക്ക് കുക്കറിൽ ഒട്ടും തന്നെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് ഞാനിവിടെ ചേന, ബീൻസ്, ക്യാരറ്റ്, മുരിങ്ങാക്കായ, കോവയ്ക്ക, പച്ചക്കായ, പിന്നെ പച്ചപ്പയർ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. പാവയ്ക്ക എടുത്തിട്ടില്ല. പാവയ്ക്ക ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാവുന്നതാണ്. ഇനി ഇതാ ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ കഷ്ണങ്ങളൊക്കെ കുക്കറിലേക്ക് ഇടുകയാണ്. 2 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം ഫുൾ പ്രഷർ പോകാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യാൻ പാടില്ല. വന്ന ഉടനെ തന്നെ പ്രഷർ റിലീസ് ചെയ്ത് നമുക്കിത് തുറന്നെടുക്കണം. ഇല്ലെങ്കിൽ ഇത് വല്ലാതെ വെന്ത് കുഴഞ്ഞു പോകും. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിതാ ഇവിടെ 5 ടേബിൾ സ്പൂണോളം ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കുകയാണ്. എന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ഇതൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോഴേക്കും
ഇതാ ഇവിടെ ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ ആവിയൊക്കെ പോക്കി ഇത് തുറന്നെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, വെള്ളമൊക്കെ ഇതിൽ കറക്റ്റാണ്. ഇനി ചതച്ചെടുത്ത തേങ്ങ ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അവിയലിൽ ജീരകം ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാവുന്നതാണ്, ഞാൻ ചേർക്കാറില്ല. ഇതുവരെ ഇഞ്ചി ചേർത്ത് ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിരിക്കും. തേങ്ങ ചേർത്ത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ തേങ്ങയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് തൈര് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡിയായി. ഇത് കണ്ടില്ലേ, ഒറ്റ കഷ്ണം പോലും ഇതിൽ ഉടഞ്ഞു പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അടുത്തത് ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരിയാണ്. ഇതിനായിട്ട് വേണ്ടത് വൻപയറും മത്തനുമാണ്. മത്തൻ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. വൻപയർ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് 2 മണിക്കൂർ മുൻപ് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. ഈ വൻപയർ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കർ അടച്ചു വെച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും അരപ്പ് തയ്യാറാക്കാം. 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ എടുക്കുകയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് വല്ലാതെ അങ്ങ് സ്മൂത്താക്കി അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ നമ്മുടെ വൻപയർ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാനിതൊന്ന് തുറന്നിട്ടുണ്ട്. ഇതിലേക്ക് മത്തൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി വേറെ വെള്ളമൊന്നും ഞാൻ ഒഴിക്കുന്നില്ല. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒറ്റ വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. മത്തൻ കഷ്ണങ്ങളും നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട്. നല്ല വലിയ പീസാക്കി തന്നെ മത്തൻ ഇട്ടിട്ടുണ്ട് ഞാൻ. ഇത് വല്ലാതെ അങ്ങ് വെന്ത് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വല്ലാതെ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇത് കുറച്ച് കുറുകിയാണ് ഇരിക്കേണ്ടത്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് വറുത്തിടുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചിരകിയ തേങ്ങ കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അത് ചെയ്തെടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ വറ്റൽമുളകും കറിവേപ്പിലയും മാത്രം മതിയാവും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് നല്ല ബ്രൗൺ കളർ ആവുന്നതുവരെ ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇത് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ എരിശ്ശേരിക്ക്. കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ നല്ല പോലെ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തെരിശ്ശേരി റെഡി. സദ്യയിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ് കുറുക്ക് കാളൻ. ഇതും നമുക്ക് കുക്കറിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ ഞാനിവിടെ കായയും ചേനയുമാണ് എടുത്തിരിക്കുന്നത്. ഒരേ വലുപ്പത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 പച്ചമുളകും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഒറ്റ വിസിൽ വരുത്തി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും അരപ്പ് തയ്യാറാക്കാനായിട്ട് 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക് ഒരെണ്ണം ചേർക്കുകയാണ്. ഇത് എരിവിനാവശ്യമായത് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോഴേക്കും ഇതാ ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ്. ഒരു 3 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുന്നത് വരെ കൈവിടാതെ തന്നെ ഇത് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പിരിഞ്ഞു പോവില്ല. തിളച്ച് വരുന്നത് വരെ നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്താൽ മതി. ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന തൈരാണെങ്കിൽ നേരത്തെ തന്നെ എടുത്ത് പുറത്ത് വെക്കണം, തണുപ്പ് പോകാനായിട്ട്. അതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 നുള്ള് ഉലുവാപ്പൊടി കൂടി ചേർക്കാം. ഇതിൻ്റെ ടേസ്റ്റ് കൂടാനായിട്ട് ഉലുവാപ്പൊടി ചേർക്കുന്നത് ഒരുപാട് നല്ലതാണ്.
ഉലുവാപ്പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് വറുത്തിടാണ് വേണ്ടത്. ഇത് തണുക്കുമ്പോഴേക്കും ഒന്നുകൂടെ ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ ഇതാ വറുത്തിടാനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ആവശ്യത്തിന് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം 2 നുള്ള് ഉലുവയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് വറ്റൽമുളകാണ്. 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതൊക്കെ ആവശ്യത്തിന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിത് കുറുക്ക് കാളനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കുക്കറിൽ വളരെ ഈസി ആയിട്ട് ഒട്ടും വെന്ത് കുഴഞ്ഞു പോകാതെ നമുക്ക് കുറുക്ക് കാളൻ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. കായയും ചേനയും ഒക്കെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി തന്നെ മുറിച്ചെടുത്താൽ ഒട്ടും തന്നെ വെന്ത് കുഴഞ്ഞു പോവുകയില്ല. അപ്പോൾ ഇതാ ടേസ്റ്റി ആയിട്ടുള്ള കുറുക്ക് കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് ക്യാബേജ് തോരനാണ്. ഈ തോരൻ തയ്യാറാക്കാനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ കുറച്ച് ഉഴുന്നുപരിപ്പും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാബേജ് തോരനിൽ ഇതുപോലെ ഇഞ്ചി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റായിരിക്കും. ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ചിരകിയ തേങ്ങ ചേർത്തിട്ടുണ്ട്. 2 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഈ തേങ്ങ ഒന്ന് വെള്ളം വറ്റുന്നത് വരെ വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം സവോള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞ ക്യാബേജും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കട്ടിപ്പരിപ്പ് കറിയാണ്. സദ്യയിൽ ഒഴിവാക്കാനാവാത്ത ഒന്ന് തന്നെയാണ് കട്ടിപ്പരിപ്പ് കറി അല്ലേ? അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് 1/4 കപ്പ് ചെറുപയർ പരിപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ പായസത്തിനൊക്കെ എടുക്കുന്ന പരിപ്പുണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഞാനിതൊന്ന് വറുത്തെടുക്കുകയാണ്. ഇത് കളറ് മാറിപ്പോവാതെ വേണം വറുത്തെടുക്കാനായിട്ട്. കളറ് മാറി തുടങ്ങുന്ന ആ സമയത്ത് ഇത് ഓഫാക്കിയിട്ട് ചൂടാറാൻ വെക്കാം. ഇതൊന്ന് ചൂടാറി വരുമ്പോഴേക്കും ഇതിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂണോളം ചിരകിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. പരിപ്പ് വളരെ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തേങ്ങ മതി. ഇതിലേക്ക് ഒരു ചെറിയ പച്ചമുളകും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മുടെ പരിപ്പ് ചൂടാറിയിട്ടുണ്ട്. ഞാനിതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. ഇതിൻ്റെ 2 ഇരട്ടി വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് 2 നുള്ള് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ മതി. ഇത് തിളച്ച് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത്. ഇനി കുക്കർ അടച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. 4 വിസിൽ വന്നതിന് ശേഷം പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ പരിപ്പ് നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പും കൂടി ചേർക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി ചേർക്കുകയാണ്. ഈ പരിപ്പ് കറി തണുക്കുമ്പോഴേക്കും വല്ലാതെ അങ്ങ് കട്ടിയായി പോവും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഒരു തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വല്ലാതെ അങ്ങ് തിളച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യാണ് ചേർക്കുന്നത്. നെയ്യ് കഴിക്കാത്തവർക്ക് വെളിച്ചെണ്ണ ചേർക്കാവുന്നതാണ്. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് തിള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഞാനിത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കുകയാണ്. ചൂടാറി കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ പരിപ്പ് കറി ഇരിക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കട്ടിപ്പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ ഇതാ അതിനായിട്ട് ഞാനിവിടെ ഒരു മാങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സീഡും കൂടി എടുക്കുന്നുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് വേവാനാവശ്യമായ വെള്ളം ചേർക്കാം. 2 പച്ചമുളക് കൂടി ചേർക്കുകയാണ്. എരിവിനാവശ്യമായ പച്ചമുളക് ചേർക്കാം. കറിവേപ്പിലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും അരപ്പ് തയ്യാറാക്കാനായിട്ട് 4 ടേബിൾ സ്പൂണോളം ചിരകിയ തേങ്ങ എടുക്കുകയാണ്. ഇതിലേക്ക് 2 പച്ചമുളക് ചേർക്കാം. 1/2 ടീസ്പൂണോളം
ചെറിയ ജീരകം ചേർക്കാം. പിന്നെ മാമ്പഴ പുളിശ്ശേരിയുടെ സ്വാദ് കൂടാനായിട്ട് ഇതിലേക്ക് ഒരു കഷ്ണം പഴുത്ത മാങ്ങ കൂടി ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് തന്നെ ഇത് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാ മാങ്ങ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒന്ന് തിള വന്ന് തുടങ്ങിയാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം 3 ടേബിൾ സ്പൂണോളം തൈര് ചേർക്കാം. അതിനുശേഷം ഇതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തിടാണ് വേണ്ടത്. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് കൂട്ടുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. കൂട്ടുകറി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇന്നലെ രാത്രി കടല വെള്ളത്തിലിട്ട് വെച്ചതാണ്. പിന്നെ വേണ്ടത് കായയും ചേനയുമാണ്. കടല നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പും 2 നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. കായ മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചേനയും മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരേ അളവ് തന്നെയാണ് എടുക്കുന്നത്. ഇനി ഇതൊരു ചട്ടിയിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് കായയും ചേനയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് കുക്കറിലും വേവിച്ചെടുക്കാവുന്നതാണ്. കടല വെന്ത് കഴിഞ്ഞതിന് ശേഷം കുക്കർ തുറന്ന് കായയും ചേനയും അതിലേക്കിട്ട് ഒറ്റ വിസിൽ വരുത്തി വേവിച്ചെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ചേർക്കുന്നത്. ഇതിന് കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് മുൻപിൽ നിൽക്കേണ്ടത്. പാകത്തിന് ഉപ്പും കൂടി ചേർക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു തേങ്ങ ചിരകിയത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ 1/3 ഭാഗം മതി നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട്. ബാക്കി നമുക്ക് വറുത്തിടാനായിട്ട് എടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്ന കായയും ചേനയും കടലയും ഒക്കെ നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടല നമ്മുടെ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഇത് കുറച്ച് കുറുകി തന്നെയാണ് ഇരിക്കേണ്ടത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിളച്ച് വരാനായിട്ട് തുടങ്ങുമ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാണ് വേണ്ടത്. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂണോളം ഉഴുന്നുപരിപ്പാണ് ചേർക്കുന്നത്. കടുക് ചേർക്കുന്നില്ല. കടുക് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിരകിയ തേങ്ങ ചേർത്ത് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ ചിരകിയ തേങ്ങ നല്ല ബ്രൗൺ കളറാക്കി വറുത്തിട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കൂട്ടുകറിക്ക്. ഇപ്പോൾ ഇതാ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഞാനിത് നമ്മുടെ കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏറ്റവും അവസാനം കുറച്ച് കറിവേപ്പില കൂടി മുറിച്ച് ഇതുപോലെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം വേണം കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റായിരിക്കും. അടുത്തത് സാമ്പാറാണ്. സാമ്പാറിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്. പക്ഷേ ഓണസദ്യയിൽ സാമ്പാറില്ലാതെ എന്ത് സദ്യ അല്ലേ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഇത് ഇടുകയാണ്. ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പോളം തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് വാളൻപുളിയാണ്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി കുതിരാനായിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കാം. ഇനി ഇതിൽ ചേർക്കാനായിട്ട് ക്യാരറ്റ്, പൊട്ടാറ്റോ, മുരിങ്ങക്കായ, വഴുതനങ്ങ, 1/2 കഷ്ണം തക്കാളി, പിന്നെ 2 വെണ്ടയ്ക്ക, കറിവേപ്പില, പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. 4 വിസിൽ വന്നതിന് ശേഷം പ്രഷറൊക്കെ പോയിട്ടുണ്ട്. പരിപ്പ് ഇതാ നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. തക്കാളിയും വെണ്ടയ്ക്ക ഒഴികെ ബാക്കിയെല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. 2 പച്ചമുളകും കൂടി ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത്
കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ വറുത്തെടുക്കാനുണ്ട്. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. 3 ചെറിയ ഉള്ളി അരിഞ്ഞതും 2 വെളുത്തുള്ളി കീറിയതും കൂടി ചേർക്കുകയാണ്. വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. കുറച്ച് കറിവേപ്പില ചേർക്കുകയാണ്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 2 നുള്ള് കടുക്, 2 നുള്ള് ഉലുവ, 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, ഒരു 1/4 ടീസ്പൂണോളം തുവരപ്പരിപ്പ്, 1 ടീസ്പൂണോളം കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ കായത്തിൻ്റെ പൊടി 1 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ തേങ്ങയുടെ അരപ്പിലാണ് നമ്മുടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ വറുത്തെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ എണ്ണയിൽ തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഒന്ന് വാട്ടിയെടുക്കാം. വെണ്ടയ്ക്ക ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാനാണ് ആദ്യം ഒന്ന് വാട്ടിയെടുക്കുന്നത്. വെണ്ടയ്ക്ക വാടി വന്നതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിരകിയ തേങ്ങയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ തീ നല്ലതുപോലെ കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറി കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പച്ചക്കറികൾ ചേർത്ത് ഒരു വിസിൽ വന്നതിന് ശേഷം കുക്കർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് തുറന്ന് നോക്കാം. ഇതിലേക്ക് ഇനി വാട്ടി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കഷ്ണങ്ങളാക്കിയ തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. പാകത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഈ വെണ്ടയ്ക്കയും തക്കാളിയും ഒന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ തക്കാളിയും വെണ്ടയ്ക്കയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കുതിരാനായിട്ട് മാറ്റി വെച്ചിരുന്ന പുളിയുണ്ടല്ലോ, അത് ഞാൻ പിഴിഞ്ഞെടുത്ത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പുളിവെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് വെള്ളം ആവശ്യമാണെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചൂടുവെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ഒരു 4-5 മിനിറ്റ് നല്ലതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ചേർത്തിരിക്കുന്ന തേങ്ങയിലെ മിക്സിൻ്റെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് നല്ലപോലെ ഇറങ്ങണം. ഞാനിതിലേക്ക് സാമ്പാർ പൊടിയൊന്നും ചേർത്തിട്ടില്ല. സാമ്പാർ പൊടിയിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും തേങ്ങ വറുക്കുമ്പോൾ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് 5 മിനിറ്റ് ഇത് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഇതിലേക്ക് കടുക് വറുത്തിടാം. പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർക്കാം. 2 നുള്ള് ഉലുവയും കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്തതിന് ശേഷം ഇതൊന്ന് മൂപ്പിച്ച് നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി സാമ്പാറല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുവരെ സാമ്പാർ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഇതുപോലെ തയ്യാറാക്കിയാൽ നിങ്ങൾ പിന്നെ ഇതുപോലെ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. വറുത്തിട്ടതിന് ശേഷം 1 മണിക്കൂറെങ്കിലും നമുക്കിത് അടച്ചു വയ്ക്കാം. നല്ലപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം സാമ്പാർ എടുക്കാനായിട്ട്. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുക. അടുത്തത് മോരുകറിയാണ്. പഴുത്ത പപ്പായ കൊണ്ടാണ് ഞാൻ മോരുകറി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാകുമ്പോൾ നല്ല ടേസ്റ്റുമാണ്, പെട്ടെന്ന് വെന്തും കിട്ടും. അപ്പോൾ ഇതാ ഒരു കഷ്ണം പഴുത്ത പപ്പായ എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വേവാൻ ആവശ്യമായ വെള്ളവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് ഒരു കീറിയ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇത് വേവിക്കാനായിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ എടുക്കുകയാണ്. ഇതിലേക്ക് 2 ചെറിയ ഉള്ളിയും 1 കഷ്ണം വെളുത്തുള്ളിയും കറിവേപ്പിലയും എരിവിനാവശ്യമായ പച്ചമുളകും 2 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കുറച്ച് മോരും ഒഴിച്ച് ഇത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്ന പപ്പായ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ചേർക്കുകയാണ്. ഇനി ഇത് ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ തിള വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള മോര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
മോര് ചേർത്തതിന് ശേഷം ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ കറി ഒന്ന് ചൂടായി വന്നാൽ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഒരു 2 നുള്ള് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും നമ്മുടെ കറിക്ക്. ഇതും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി വറുത്ത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോര് കറിയാണ്. ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്ക് രസം തയ്യാറാക്കിയാലോ? ഇതിനായിട്ട് ഞാനിവിടെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളൻപുളി എടുത്തിട്ടുണ്ട്. ഇത് കുതിരാനായിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ രസം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കൂട്ട് റെഡിയാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർക്കുകയാണ്. ഇനി വേണ്ടത് കുരുമുളകാണ്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. പിന്നെ വേണ്ടത് തക്കാളിയാണ്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ 8 കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം കൈകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടുകയോ അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കുകയോ ചെയ്യാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നേരത്തെ പിഴിഞ്ഞെടുത്ത് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളകും വെളുത്തുള്ളിയും ജീരകവും കൂടിയുള്ള ആ കൂട്ടും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ തിളച്ച് ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കിത് രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ പരിപ്പ് ചേർത്തിട്ടില്ല. പരിപ്പ് ചേർക്കണം എന്നുള്ളവർക്ക് സാമ്പാറിന് പരിപ്പ് വേവിക്കുമ്പോൾ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ഇതിൽ ചേർക്കാവുന്നതാണ്. എളുപ്പത്തിലൊരു പായസം കൂടി തയ്യാറാക്കാം. സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് തിന്നായിട്ടുള്ള സേമിയാണ് എടുത്തിരിക്കുന്നത്. റോസ്റ്റഡ് സേമിയാണ് 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. തിന്നായിട്ടുള്ള സേമിയ എടുക്കുമ്പോൾ എളുപ്പത്തിലിത് വെന്ത് കിട്ടും. 1 മിനിറ്റ് പോലും വേണ്ട വെന്ത് കിട്ടാനായിട്ട്. കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എളുപ്പത്തിൽ വെന്ത് കിട്ടുന്ന സാധനങ്ങൾ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. 3 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഈ പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് നമുക്ക് ഇളക്കി വേവിച്ചെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1 മിനിറ്റ് പോലും വേണ്ട ഇത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചൂടാറി വരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കിസ്മിസും കാഷ്യൂസും വറുത്തിടുകയാണ് വേണ്ടത്. അതിനായിട്ട് ഒരു പാനിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് കാഷ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് കിസ്മിസും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കിസ്മിസ് ഇതുപോലെ ബോൾ പോലെ ആയി വരുന്ന സമയത്ത് നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി സേമിയ പായസം റെഡി. ഇത്രയും വിഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാ വിഭവങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മലബാർ സ്റ്റൈലിൽ എൻ്റെ അമ്മ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലാണ് ഞാനെല്ലാം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. വേറെ ഏതെങ്കിലും വിഭവങ്ങൾ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് സദ്യയ്ക്ക് ഉണ്ടാക്കാറുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലിടണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.